മൂവാറ്റുപുഴയുടെ സ്വപ്ന പദ്ധതിയായ മുറിക്കല് ബൈപ്പാസ് പദ്ധതി നിർമ്മാണം 1 വർഷം കൊണ്ട് പൂർത്തിയാക്കുമെന്ന് മാത്യു കുഴൽനാടൻ MLA അറിയിച്ചു. ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം നിർമ്മാണം തുടങ്ങിയ മുറിക്കല് ബൈപ്പാസ് പദ്ധതി പ്രദേശം ജനപ്രതിനിധികൾക്കൊപ്പം സന്ദർശിച്ച ശേഷമാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം നിർമ്മാണം ആരംഭിച്ച മുറിക്കല് ബൈപ്പാസ് പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ 1 വർഷം കൊണ്ട് തന്നെ പൂർത്തീകരിക്കുമെന്നും മൂവാറ്റുപുഴ മണ്ഡലത്തിലെ ഒരു പ്രധാന പദ്ധതി കൂടി യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കുകയാണെന്നും പദ്ധതി പ്രദേശം സന്ദർശിച്ച ഡോക്ടർ മാത്യു കുഴൽനാടൻ MLA പറഞ്ഞു. നമസ്കാരം പ്രിയമുള്ളവർ, നമ്മുടെ നഗര റോഡ് വികസനം പൂർത്തിയായതിന് പിന്നാലെ നമ്മളേറെ പണിപ്പെടുന്നതും പ്രയാസപ്പെടുന്നതും ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നതുമായ പദ്ധതിയാണ് മുറിക്കൽ ബൈപ്പാസ്. ദശാബ്ദങ്ങളായി മൂവാറ്റുപുഴ ആഗ്രഹിക്കുന്ന പരിശ്രമിക്കുന്ന പദ്ധതിയാണ്. ഏറെക്കാലമായി അതിങ്ങനെ പല രീതിയിൽ സാങ്കേതിക തടസ്സങ്ങൾ കൊണ്ട് തടസ്സപ്പെട്ടിരിക്കുകയായിരുന്നെങ്കിൽ ഇപ്പോൾ അതിൻ്റെ റിവൈസ്ഡ് ഡിസൈനും റിവൈസ്ഡ് ഫിനാൻഷ്യൽ സാങ്ഷനും റിവൈസ്ഡ് ആയിട്ടുള്ള DPR എല്ലാം പൂർത്തിയാക്കി ടെൻഡർ നടത്തി ഊരാളുങ്കൽ സൊസൈറ്റി ഏറ്റെടുത്ത് പണി മുമ്പോട്ട് കൊണ്ടുപോവുകയായിരുന്നു. ഇടക്കാലത്ത് വീണ്ടും പണി നിർത്തിവെക്കുന്ന സ്ഥിതി ഉണ്ടായെങ്കിലും അധികാരികളുമായി ബന്ധപ്പെട്ട് ഇതൊട്ടും വൈകിക്കാൻ കഴിയില്ല എന്ന് അറിയിച്ചതിനെ തുടർന്ന് അവർ വീണ്ടും പണി പുനരാരംഭിച്ചിട്ടുണ്ട്. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്കാണ് പദ്ധതിയുടെ നിർമ്മാണ ചുമതല. 2025 ഏപ്രിൽ മാസത്തിൽ ടെൻഡർ നടപടികൾ പൂർത്തിയാക്കിയെങ്കിലും 7 മാസം കഴിഞ്ഞ് 2025 നവംബർ മാസത്തിലാണ് ഊരാളുങ്കൽ കരാർ ഒപ്പിട്ടത്. 1.5 വർഷമാണ് പദ്ധതിയുടെ കരാർ കാലാവധി. അലൈൻമെന്റും രൂപരേഖയും തമ്മിലുള്ള വ്യത്യാസമാണ് പദ്ധതി ആദ്യം വൈകിപ്പിച്ചത്. തുടർന്ന് പദ്ധതിയുടെ രൂപരേഖയിൽ സമ്പൂർണ്ണ മാറ്റങ്ങൾ കൊണ്ടുവന്നു. വളവുകൾ നിവർത്തിയും സമാന്തരമായി പാലം നിർമ്മിച്ച് 4 വരി പാതയാക്കിയും നീരൊഴുക്കുകൾ തടസ്സപ്പെടാതെയിരിക്കാൻ കലുങ്കുകളും പുതിയ സ്പാനുകളും ഉൾപ്പെടുത്തിയുമാണ് പദ്ധതിയിൽ മാറ്റങ്ങൾ വരുത്തിയത്. മാറ്റങ്ങൾ വന്നതോടെ പദ്ധതിയുടെ നിർമ്മാണ ചെലവ് 117 കോടി രൂപയായി വർദ്ധിച്ചു. അപ്രോച്ച് റോഡുകളുടെ നിർമ്മാണത്തിന് വേണ്ടിയുള്ള ഭൂമി മുഴുവനായി ഏറ്റെടുക്കാൻ കഴിയാത്തതും ഏറ്റെടുത്ത സ്ഥലത്ത് തണ്ണീർത്തട വയൽ സംരക്ഷണ നിയമപ്രകാരം റോഡ് നിർമ്മാണത്തിന് അനുമതി ലഭിക്കാത്തതും പദ്ധതിയെ അനിശ്ചിതാവസ്ഥയിലാക്കിയിരുന്നു. പദ്ധതിയുടെ നടപടിക്രമങ്ങൾ ആദ്യഘട്ടം മുതൽ പുനരാരംഭിച്ചു. ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം. ഇന്ന് തന്നെ സന്ദർശിക്കൂ A1 ടെക്സ്റ്റൈൽസ്, നെഹ്റു പാർക്ക്, മൂവാറ്റുപുഴ.